ഈ ഖമനി കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അതുമാത്രമല്ല അദ്ദേഹം 3 അനുയായികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോയൊക്കെ പുറത്തു വരുന്നു. എന്താണ് യാഥാർത്ഥ്യം? ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇനി അപ്രസക്തമാണ്. കാര്യം അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വേണമെങ്കിൽ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നത്. അതിന് കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തെഹ്റാനിൽ, അതായത് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തിപ്രകടനം, അത് കൃത്യമായി പറഞ്ഞാൽ അത് ഒരു വിലാപയാത്രയാണ്. പക്ഷെ അത് വാസ്തവത്തിൽ അത് അവരുടെ ശക്തിപ്രകടനമായിരുന്നു. അതായത് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും ശാസ്ത്രജ്ഞരുടെയും അടക്കം 60 മൃതദേഹങ്ങൾ അവരെ അടക്കിയ ശവപേടകങ്ങൾ, അതായത് ശവപ്പെട്ടികളും വഹിച്ചുകൊണ്ട് അതെല്ലാം അവരുടെ ദേശീയ പതാകയിൽ പൊതിഞ്ഞുകൊണ്ട് നടത്തിയ വലിയ രീതിയിലുള്ളൊരു വിലാപയാത്രയാണ് അവരുടെ ശക്തിപ്രകടനമായി മാറിയത്. അതിൽ ഈ മിസൈലുകളുടെ മാതൃകകളുണ്ടായിരുന്നു, ആ പ്രകടനത്തിൽ ദേശീയ പതാകകളുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ആക്രോശങ്ങളും മുദ്രാവാക്യം വിളികളും ഉണ്ടായിരുന്നു. പങ്കെടുത്തവരേറെയും കറുപ്പ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്നുള്ള പ്രത്യേകതകളുണ്ട്. ഈ മുദ്രാവാക്യം വിളികളിലേറെയും അമേരിക്കയെയും ഇസ്രയേലിനെയും പാഠം പഠിപ്പിക്കും, അവരോട് പ്രതികാരം ചെയ്യും എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കൊല്ലപ്പെട്ട സൈനികരിൽ പ്രമുഖരൊന്ന് ഹൊസൈൻ സൊലൈമാനി, അവരുടെ സൈനിക ജനറലായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളുടെ ഉപജ്ഞാതാവും കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരനുമായിരുന്നു ഈ പറയുന്ന ഹൊസൈൻ സൊലൈമാനി. മറ്റൊരു സൈനിക ജനറൽ അമീർ അലി ഹാജി സദേ എന്ന് പറയുന്നയാൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഉന്നത പദവിയിലുണ്ടിരുന്നവരാണ്. യുദ്ധം തുടങ്ങി ആദ്യത്തെ ദിവസം തന്നെ ഇസ്രയേൽ തീർത്തു കളഞ്ഞ, അല്ലെങ്കിൽ മൊസാദ് അവിടെ നേരിട്ട് പോയി തീർത്തു കളഞ്ഞ 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇവരുടെ കൂടാതെ 16 ആണവ ശാസ്ത്രജ്ഞർ, അവരുടെ മൃതദേഹങ്ങളുണ്ട്. 10 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥര്, 4 സ്ത്രീകൾ, 4 കുട്ടികൾ, ഇത്രയും അടക്കം 60 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടാണ് ഈ പ്രകടനം നടന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻനിരയിൽ ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ എന്ന് പറയുന്നയാളും നിലവിലെ സൈനിക കമാൻഡർ ഇസ്മയിൽ ഖ്വാനി എന്ന് പറയുന്നയാളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ മറ്റൊരു സൈനിക ജനറൽ അലി ഷംഖാനി അടക്കമുള്ളവരൊക്കെ ഈ പ്രകടനത്തിന്റെ മുൻനിരയിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ അവരുടെ പരമോന്നത നേതാവ് ഖമനേയിയെ ആ പ്രകടനത്തിൽ എങ്ങും കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ അവരുടെ ഒരു ആത്മരോഷം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രകടനമായിട്ട് നിൽക്കേണ്ട ഒരു പ്രകടനത്തിൽ ഖമനേയി അതിന്റെ അസാന്നിധ്യം കൊണ്ട് തന്നെ ശ്രദ്ധേയമായി. ഒരു പക്ഷേ വേണമെങ്കിൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാകാം എന്ന് ഒരു വാദത്തിന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഖമനേയി എവിടെയെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇറാന്റെ സർക്കാർ അധികൃതർക്ക് അല്ലെങ്കിൽ സൈനിക നേതൃത്വത്തിന് കൃത്യമായി ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. ഈ യുദ്ധമൊക്കെ അവസാനിച്ച് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം പല മാധ്യമങ്ങളും അദ്ദേഹം എവിടെയെന്നുള്ളത് ഈ ഇറാൻ അധികൃതരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരേ പല്ലവി തന്നെയാണ് പറയുന്നത്, അദ്ദേഹം കൃത്യമായി സുരക്ഷിതമാണ്, അദ്ദേഹം അടുത്ത അനുയായികൾക്കൊപ്പം അണ്ടർഗ്രൗണ്ടിലാണ്, അതായത് ഏതോ ഒരു ഭൂഗർഭ അറയിൽ ഒളിവിൽ കഴിയുകയാണ്, ബങ്കറുകൾക്കുള്ളിൽ ഒളിവിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ ആ ബങ്കറിൽ വൈദ്യുതി ബന്ധമില്ല, ഇന്റർനെറ്റ് ബന്ധമില്ല, മറ്റു വാർത്താവിനിമയ സംവിധാനങ്ങളില്ല. സുരക്ഷയെ കരുതി അതൊക്കെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സുരക്ഷിതരാണെന്ന് ഇങ്ങനെ ആവർത്തിക്കുന്നതല്ലാണ്ട് ഇത്രയും വലിയൊരു യുദ്ധം നടന്നു, ഇറാൻ അവകാശപ്പെടുന്ന അവരാണ് വിജയികളായതെന്ന്. അപ്പോൾ വിജയികളായിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തയാൾ അതിന്റെ മുൻനിരയിൽ ഉണ്ടാകണമല്ലോ. അദ്ദേഹം ഇപ്പോഴും അദൃശ്യനാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഖമനേയി എന്ന് പറയുന്ന ഈ ഷിയ വിഭാഗത്തിന്റെ ഒരു ആത്മീയ നേതാവാണ്. അപ്പോൾ ഇപ്പം മുഹറം വരികയാണ്. മുഹറം ഈ ജൂൺ 27-നാണ്, കലണ്ടർ പ്രകാരം ജൂൺ 27-നാണ് ആരംഭിക്കുക. അപ്പോൾ ഇദ്ദേഹം ഈ ആത്മീയ നേതാവ് കൂടി ആയതുകൊണ്ട് ഈ ഷിയ വിഭാഗക്കാർക്ക് ഇത് സംബന്ധിച്ചുള്ള ആചാരങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം പൊതുവേദിയിൽ വരികയും അനുയായികളോട് അല്ലെങ്കിൽ വിശ്വാസികളോട് പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നത് ഒരു കീഴ്വഴക്കമാണ്. അപ്പോൾ അതിനും ഇദ്ദേഹം വന്നില്ല എങ്കിൽ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ പറ്റും ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്നുള്ളത്. കാരണം പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം, വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെതായ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് അമേരിക്ക പറയുന്നത് പോലെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും ഒരു നാശനഷ്ടവും വന്നിട്ടില്ല, ഒരു കേടുപാടും വന്നിട്ടില്ല, ഞങ്ങൾ ആണവ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാര്യങ്ങൾ വെറുതെ പെരുപ്പിച്ചു പറയുകയാണ്. യഥാർത്ഥത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞങ്ങളാണ് യഥാർത്ഥ വിജയികളെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ നേരത്തെ ചിത്രീകരിച്ചതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം.
കാരണം ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത കഴിഞ്ഞ 11-ാം തീയതിയാണ്. ഇതിന് 2 ദിവസത്തിന് ശേഷമാണ് ഈ അവിടെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നത്. അപ്പോൾ ഈ 11-ാം തീയതി ഇദ്ദേഹം ഈ ഇങ്ങനെ ഒരു സംഘർഷ സാധ്യതയുണ്ട്, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അവരെ വലിയ രീതിയിൽ ആത്മവിശ്വാസം കൊടുക്കുക, വലിയ രീതിയിൽ പ്രചോദനമൊക്കെ കൊടുത്തതിന് ശേഷം ഇയാൾ പൊതുവേദിയിൽ നിന്ന് അപ്രത്യക്ഷനായതാണ്. ഇതിന് ശേഷം അവിടെ ഇസ്രയേൽ വ്യോമസേന ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് വ്യാപകമായ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഒളിസങ്കേതം ഉണ്ടാകുന്നു എന്ന് കരുതപ്പെട്ട പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള ബോംബിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഒളിസങ്കേതവും അതിൽ തകർന്നിട്ടുണ്ടാകാം, അതിൽപ്പെട്ട് ഇദ്ദേഹം മരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത എന്നും പറയുന്നു. ഇനി ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് ഇറാനിലായിരിക്കില്ല എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതായത് ഈ സംഘർഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചൈനയിലേക്കും റഷ്യയിലേക്കും ചില വിമാനങ്ങൾ, അതായത് അവിടെ ആ സമയത്ത് വ്യോമഗതാഗതം നിർത്തിവെച്ചിരിക്കുന്ന സമയത്ത് പോലും ചൈനയിലേക്കും റഷ്യയിലേക്കും 2 വിമാനങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വിമാനത്തിൽ ഏതോ ഒന്നിൽ ഇദ്ദേഹം ഉണ്ടായിരിക്കാം എന്ന തരത്തിലുള്ള നിഗമനം വരുന്നത്. അങ്ങ് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായും ഇത്ര വലിയൊരു യുദ്ധം കഴിഞ്ഞു വിജയം അവകാശപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം നേരിട്ട് പ്രത്യക്ഷപ്പെടണമല്ലോ. അതും ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഈ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് തന്നെ 3 അനുയായികളെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. അവരാണിപ്പോൾ ഇറാനിലെ സൈന്യത്തിനും ഭരണ നേതൃത്വത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അവിടെ കാണുന്നില്ല, ഈ പറയുന്ന അനുയായികൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ഈ പറയുന്ന അവരുടെ ശക്തി പ്രകടനത്തിന് അല്ലെങ്കിൽ വിലാപയാത്രയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഖമനേയി അവിടെ ഇല്ല എന്നുള്ള സൂചനയിലേക്കാണ് കാര്യങ്ങൾ. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, ഇസ്രയേൽ ഇദ്ദേഹത്തെ വധിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഒളിയിടം കണ്ടെത്തിയിരുന്നു, ഇപ്പോഴും അയാൾ തോക്കിൻ മുനയിലുണ്ട് എന്നാണ് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത് എന്നാണ് വാദങ്ങൾ വരുന്നത്. ട്രംപിൻ്റെ അവസാനത്തെ പ്രതികരണം എങ്ങനെയാണ്, ഇനിയെങ്കിലും മര്യാദക്ക് ജീവിച്ചോണം, ഞാൻ ജീവൻ ഭിക്ഷയായി തന്നിരിക്കുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ചില നിലപാടുകൾ കൊണ്ട് ചിലപ്പോൾ, അതായത് ഇസ്രയേൽ ഇയാളെ വധിക്കാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു, എന്നാൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മാറ്റിവെച്ചു. അത് മുഖവിലേക്ക് എടുത്താൽ ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും. പക്ഷേ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെയും അത് ശാശ്വതമല്ല. ഒന്ന്, അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ 86 വയസ്സുണ്ട്, പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ, സ്വാഭാവിക മരണം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നിരുന്നാലും ഇസ്രയേലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരാൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന് അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഭീഷണി എന്ന തരത്തിൽ ഒരാളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ എത്ര വൈകിയാണേലും അവരെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്, പ്രത്യേകിച്ച് അവരുടെ മൊസാദിനുള്ളത്. അതുകൊണ്ട് തന്നെ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെയും ആ ജീവിതത്തിന് എത്ര കാലം ദൈർഘ്യമുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാര്യം ഇസ്രയേൽ ഒന്ന് ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ നടപ്പിലാക്കിയതാണ് ചരിത്രം, അവരെ പിന്തുടർന്ന് തേടി പിടിച്ച് കൊന്നിട്ടുള്ളതാണ് ചരിത്രം. അമേരിക്കയും ഉണ്ടല്ലോ. അതെ, ഇപ്പോൾ അവർക്ക് അതായത് ഏതാണ്ട് 40,000-ഓളം കെട്ടിടങ്ങളാണ് ഇസ്രയേലിൽ തകർന്നിട്ടുള്ളത്, ഏതാണ്ട് 28 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രതികാരം ചെയ്യാൻ ഇസ്രയേൽ ചെയ്യാതിരിക്കില്ല. അപ്പോൾ ഖമനേയി ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സാധ്യതകളൊക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇതിനോടകം തന്നെ മരിച്ചിട്ടുണ്ട് എന്നാണ് കരുതേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.